60 മുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററാണിത്. തെർമാക്കോൾ ബോക്സിലാണ് വരുന്നത്. ഇൻക്യുബേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചത് കാണാൻ പറ്റും. അത് ജസ്റ്റ് പൊളിച്ചെടുക്കുക. അത് നമ്മൾ തെർമോസ്റ്റാറ്റ് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് പൊളിച്ചെടുത്തിട്ട് ഇതാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അത് പൊളിച്ചിട്ട് ഈ മൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററും കാണാൻ പറ്റും, ചാർജർ പോലത്തെ. ഒരു 2 പിൻ വയറും കാണാൻ പറ്റും. ഇത് രണ്ടും ഒരുമിച്ച് പ്ലഗിൽ കുത്തി ഓൺ ചെയ്യാം. ഇതുപോലെ നമ്മൾ രണ്ടും ഒരുമിച്ച് പ്ലഗിൽ കുത്തിയിട്ട് ഓൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ബൾബും ഫാനും വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു യൂസർ മാനുവൽ ഉണ്ടാവും, അത് വായിച്ച് നോക്കുക. വെള്ളത്തിന് വേണ്ടിയിട്ട്, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് പാത്രം കാണാൻ പറ്റും. ഇതിവിടെ ഒട്ടിച്ചിട്ടാണ് ഉണ്ടാവുക. ഈ പാത്രത്തിൽ വെള്ളം ഫുള്ളായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തുണിയോ പേപ്പറോ എന്തെങ്കിലും താഴെ വിരിച്ചിട്ട് അതിൽ മുട്ട കിടത്തി വെച്ചാൽ മതി. ഒരു ദിവസം 2 നേരം, രാവിലെയും വൈകിട്ടും നമ്മൾ മുട്ട കൈകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം. ആ തിരിക്കാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് വെള്ളം കുറവുള്ളത് ഈ പാത്രത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കും വേണം. പിന്നെ ഡോർ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഓരോ ദിവസം 2 നേരം കൈകൊണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി, ഓപ്പോസിറ്റിലേക്ക് തിരിക്കാൻ വേണ്ടി മാത്രം ഡോർ തുറന്നാൽ മതി. ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 18 ദിവസം വരെയാണ് മുട്ട തിരിച്ചു കൊടുക്കേണ്ടത്. 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 21ാമത്തെ ദിവസമാണ് കോഴിമുട്ട വിരിയുക. ഏത് മുട്ടയാണെങ്കിലും വിരിയുന്നതിൻ്റെ 3 ദിവസം മുമ്പ് റൊട്ടേഷൻ നിർത്തുക. 21 ദിവസം ആയി കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞു തുടങ്ങും. വിരിയുന്ന കുഞ്ഞുങ്ങളെ ബ്രോഡറിലേക്ക് മാറ്റുക.